നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ചു കാലത്തേക്ക് കണിമംഗലത്ത് നിൽക്കുന്നതിന് കൃത്യമായിട്ട് പണം ചോദിച്ചു വാങ്ങി ഇടപാടുകൾ തീർത്ത് നിൽക്കുന്നവളാ നീ. അത് മറന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ പ്രേമ നാടകം ഉണ്ടല്ലോ, വെറുപ്പ് എനിക്കത് കാണുമ്പോ. ഞാൻ ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? മാഡം, ഒന്നുമില്ല മോളെ. സാധാരണ വരുന്ന സമയമായിട്ടും മോള് വരാതിരുന്നപ്പോ എന്തോ ഒരു പേടി പോലെ ഉള്ളില്. ഇതേ എന്റെ അമ്മയുടെ പേടിയാ. എന്റെ യശോദാമ്മ ഇങ്ങനെയാ. ചില നേരത്ത് എന്നെ കാത്തിരുന്നിട്ട് ഞാൻ അടുത്തേക്ക് എത്തുമ്പോ ആദ്യമായിട്ട് എന്നെ കാണുന്ന പോലെ എന്നെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യും. അതിഷ്ടം കൊണ്ടല്ലേ? ഫിദ മാഡം മോളുടെ അമ്മ എന്നല്ലേ? ഇറങ്ങാൻ തുടങ്ങുമ്പോ കുറെ തടസ്സങ്ങളുണ്ടായി. എന്നോട് കണിമംഗലത്തെ മുത്തശ്ശിയാ പറഞ്ഞത്, വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ലീവ് എടുത്തോളാം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. മോൾക്ക് നിർബന്ധമാണെങ്കിൽ തിരിച്ചു പൊയ്ക്കോ. ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തോളാം. അയ്യോ, അതെന്തിനാ? അതൊന്നും വേണ്ട. ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യം ആയതുകൊണ്ട്. മാഡം പോയിക്കോളൂ. ഇവിടുത്തെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. ഈ ദുശകനങ്ങളൊക്കെ കാണുമ്പോ മനസ്സിന് വല്ലാതെ ടെൻഷനാവും. പക്ഷെ ഫിദ മാഡത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അതൊരൊറ്റ പോക്ക് അങ്ങോട്ട് പോയി. അതാണ് അമ്മ. പേടിച്ച നമ്മൾ ആദ്യം വിളിക്കുന്ന അമ്മയെന്നല്ലേ? അതങ്ങനെ വരും. ഒന്നിലും എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. അമ്മ കൂടെയുണ്ട്. അമ്മയ്ക്കും മകൾക്കും ഇടയിൽ ഒരു കറുത്ത വസ്ത്രമുണ്ട്. അതായത് രാധിക സ്വന്തം മകളാണെന്ന് ശ്യാമയ്ക്കറിയാം. പക്ഷേ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്യാമയാണെന്നും ആ ശ്യാമ തന്റെ അമ്മയാണെന്നും രാധികയ്ക്കറിയില്ല. ഇത്രയും നാള് കാത്തിരുന്നിട്ടും സ്വന്തം മകൾ അടുത്തെത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ശ്യാമ മാഡം ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നത്? പേടി തന്നെ. ശ്യാമയുടെ മകളാണ് രാധികയെന്ന് പുറത്തറിഞ്ഞ ഭീഷണികൾ ഒരുപാടുണ്ടെന്ന് ശ്യാമയ്ക്കറിയാലോ. പാവം, സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ത്യാഗം. ഇത്രയും കാലം ശ്യാമ മുൻപെങ്ങോ ഒപ്പിട്ട ഒരു എഗ്രിമെന്റിന്റെ പേരില ശ്യാമയുടെ സമ്പത്ത് ഞാൻ നിയന്ത്രിച്ചിരുന്നത്. ഇതിപ്പോ മകള് ജീവിച്ചിരിപ്പുണ്ട്. അവൾക്ക് പ്രായപൂർത്തിയായി. മാലിനി, എനിക്ക് ഇനി സ്വത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ രാധിക ഒപ്പിട്ട് തരണം. അതെങ്ങനെയാ മാഡത്തിന് ഒപ്പിട്ട് തരുന്നത്? ഒറ്റയടിക്ക് നോക്കുമ്പോ ഒരിക്കലും നടക്കില്ലാന്ന് തോന്നും. പക്ഷേ നടത്തിയെടുക്കുന്നിടത്തല്ലേ നമ്മുടെ മിടുക്ക്. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്?
ആദ്യം അതെന്റെ മനസ്സിലൊന്ന് ഉറയ്ക്കട്ടെ. അതിനുശേഷം ഞാനത് മാലിനിയോട് പറയാം. കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ മാലിനി. ചെറിയൊരു അശ്രദ്ധ മതി ഉള്ളതൊക്കെ കളയാൻ. കേറ്. സി മിസ്റ്റർ വരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം, കോടതിയിലും എത്തിക്കാം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ഒന്നും കിട്ടാനില്ല. മീഡിയക്കാർ വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും. ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. വരുൺ, വരുൺ കഴിക്കുന്നില്ലേ? ദേ എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നു. എനിക്കൊന്നും വേണ്ട. എന്താ വരുൺ, അച്ഛനും അമ്മയ്ക്കും വരുൺ കൂടെ ഇരുന്നാലല്ലേ തൃപ്തിയാവും. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തു പറ്റി? സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കോൾഡ് ആണല്ലോ, പനിയുണ്ടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കിയ പോരെ. നല്ല പനിയുണ്ട് വരുൺ. ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം. അസുഖം വന്ന എന്തിനാ എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നേ? തന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, വേണ്ടാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പോവല്ലേ വേണ്ടേ? ഞാനും വരുണും ഭാര്യയും ഭർത്താവുവാ. നമുക്കിടയിൽ അങ്ങനത്തെ മര്യാദകളൊക്കെ വേണോ? കുറച്ചു കാലത്തേക്ക് കണിമംഗലത്ത് നിൽക്കുന്നതിന് കൃത്യമായിട്ട് പണം ചോദിച്ചു വാങ്ങി ഇടപാടുകൾ തീർത്ത് നിൽക്കുന്നവളാ നീ. അത് മറന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ പ്രേമ നാടകം ഉണ്ടല്ലോ, വെറുപ്പ് എനിക്കത് കാണുമ്പോ. വരുൺ, ഞാൻ ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? അവര് ചോദിച്ചു ഞാൻ എന്ത് പറയണം? ഞാൻ ചത്തുപോയിന്ന് പറ. അതിനപ്പുറം ആരും ഒന്നും ചോദിക്കില്ലല്ലോ. ആശു ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.